ഹലോ ഫ്രണ്ട്സ്, മോട്ടോർ വ്ളോഗ്സ് ജോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം നമ്മൾ ഇത്ര ദിവസം നമ്മൾ ഓരോ വണ്ടികൾ മാത്രം, അതായത് ക്രിസ്റ്റ, ഫോർച്യൂണർ, ബെൻസ്, അങ്ങനെ ഓരോ വണ്ടികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് വണ്ടി വാങ്ങണ്ടേ, അപ്പം നമ്മൾ ഇത്തവണ ഒരു കളക്ഷനാണ് കൊണ്ടിരുന്നത് ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികൾക്ക്. അതായത് ഒരു 5 ലക്ഷം, 6 ലക്ഷം, അല്ലെങ്കിൽ അതിനും താഴെ 1 ലക്ഷം, 2 ലക്ഷം ആ റേഞ്ചിലേക്കുള്ള ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികൾ, സാധാരണക്കാർക്ക് പറ്റിയ വണ്ടികൾ. അപ്പോൾ ആ വണ്ടികൾ ഒരു കളക്ഷനാണ്, അത് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരാണ് നമ്മുടെ ലൊക്കേഷൻ, ഡ്രീംസ് കാറിലാണുള്ളത്. അപ്പോൾ ഷോറൂമിന്റെ മുതലാളിയെ നമുക്ക് വിളിക്കാം. ഹലോ, അർണോൾഡ് എന്നാണ് പേര്, നമ്മുടെ ചങ്ങാതിയാണ്. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയ വണ്ടികളൊക്കെ ഉണ്ട്. അവിടുന്ന് അമേസ്, പിന്നെ ഇവിടെ CV500, എന്തിന് അവിടേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ബെൻസ് വരെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോർച്യൂണർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പോൾ ബഡ്ജറ്റ് വണ്ടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നോക്കട്ടോ, കളക്ഷൻസ് നോക്കി, ഒരു ലോഡ് കളക്ഷൻസ് ആണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് ഒറ്റ എപ്പിസോഡ് കവർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 1 ലക്ഷം തൊട്ടിട്ടുള്ള വണ്ടികളുണ്ട് അല്ലേ? 1,50,000 തൊട്ട് വണ്ടികളുണ്ട്. 55,000 രൂപ തൊട്ടിട്ട്. അപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്, ന്യൂ ഇയർ ഒക്കെയാണ്. ഒരു വണ്ടി വാങ്ങാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണ്. നല്ല വണ്ടിയാണ്. അതായത് ഫ്ലഡ് എഫക്ട് നമ്മൾ ചെയ്യണില്ല, മേജർ ആക്സിഡന്റ് പ്രശ്നങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള വണ്ടികളൊന്നും ഒരെണ്ണം പോലും നമ്മുടെ ഈ ഷോറൂമിലില്ല. അപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്ത റേറ്റിൽ നല്ലൊരു വണ്ടി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നോക്കാം. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയത് മുകളിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് ഇഷ്ടം പോലെ വണ്ടികളാണ് നമ്മുടെ ഇവിടെ കിടക്കണത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, ഒറ്റ വണ്ടി മിസ്സാക്കണ്ട. ഞാൻ എല്ലാ വണ്ടിയും കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിന്ന് ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വണ്ടി 2018 മോഡല് ടാറ്റ ടിയാഗോ XZ ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ, 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ തട്ടുമുട്ട റീപ്ലേസ് ഒന്നുമില്ല. ടയർ, ബാറ്ററി എല്ലാം ഉണ്ട്. പുതുപുത്ത വണ്ടി. ഇതിനിപ്പോ ഷോറൂം കണ്ടീഷൻ പോലെയുള്ള വണ്ടി, പിന്നെ പറയുകയാണെങ്കിൽ ഡോക്ടറുടെ വണ്ടി സ്ഥിരം പറയണത്. അപ്പൊ ഇതിനിപ്പോ എത്രയാണ് നമുക്ക് ചോദിക്കുന്നത്? ഇത് 4,85,000 രൂപയാണല്ലോ. അപ്പൊ ലോണൊക്കെ കിട്ടും. ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടി. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറഞ്ഞേ. 18 മോഡല് XZ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഓക്കെ. വേറെ തട്ടുമുട്ട റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. 4 ടയർ പുതിയത്, ബാറ്ററി പുതിയത്, ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി. അപ്പൊ ഈ വണ്ടി വേണമെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി നോക്കിയിട്ട് സ്ക്രീനിലാണെന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ, അല്ലെങ്കിൽ വിളിക്കുക കേട്ടോ. ബാക്കി നമ്മൾ വണ്ടി ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ വണ്ടി കാണിക്കണോ, ഡീറ്റെയിൽ പറയണു, വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ സപ്പോർട്ട് ചെയ്തിരിക്കും. ഇനി അടുത്ത വണ്ടി നമുക്ക് നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ സ്വിഫ്റ്റ് VXI, തേർഡ് ഓണർഷിപ്പ്, 1,19,000 കിലോമീറ്റർ. അതായത് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. വേറെ നിലവിൽ വേറെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിയൊന്നും വണ്ടിയാണ്. 2008 മോഡല്, പെട്രോള്, 1,19,000 കിലോമീറ്റർ, തേർഡ് ഓണർഷിപ്പിൽ കിടക്കണ വണ്ടി. ഇപ്പൊ ഇതിനിപ്പോ എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? 1,90,000 രൂപ. 1,90,000 ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1,90,000 ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെറുതായിട്ടൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതുണ്ട് കേട്ടോ. ഒന്ന് സ്നേഹസമ്പന്നനായ മുതലാളിയാണ്. അപ്പൊ കുറച്ച് ഡിസ്കൗണ്ടും കിട്ടും. ഇനിയിപ്പോ അടുത്തത് നമുക്ക് നല്ലൊരു 2016 VXI സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക്. 2016 മോഡല് VXI അല്ലേ? ഓക്കെ. ഇത് 78,000 കിലോമീറ്റർ ഓടിയേക്കണു. സിംഗിൾ ഓണറാണ്. വേറെ തട്ടുമുട്ട കാര്യങ്ങളൊന്നും ഇല്ല. സിംഗിൾ ഓണറാണ്, അത് ബെറ്റർ. ഇപ്പോഴും സിംഗിൾ ഓണർ വണ്ടികൾക്ക് അതിന്റേതായിട്ടുള്ള ഒരു ഗുണമുണ്ട്. അതെ. അപ്പൊ 4.5 ലക്ഷമാണ് ചോദിക്കണ. റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഓക്കെ. ആസ്കിംഗ് പ്രൈസ് 4.5 ലക്ഷമാണ്. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ലോണൊക്കെ ഒരു 4 ലക്ഷത്തിന്റെ അടുത്തൊക്കെ ലോണും കിട്ടും. 4 ലക്ഷത്തിന്റെ അടുത്ത് ലോണും കിട്ടും. അപ്പൊ സുഖമായിട്ട് ഇറക്കാൻ പറ്റിയൊരു വണ്ടി വാഗണാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വണ്ടി വാഗണാറാണ്. ആള് പണ്ടൊട്ട് പറയും വാഗണാർ ഒന്നും നോക്കാത്തല്ലേ. നല്ല വണ്ടി എപ്പോഴും മാർക്കറ്റിൽ. അതെ. എപ്പോഴും നല്ല റീസെയിൽ വാല്യൂ ഉള്ള വണ്ടികളാണ്. ഇതന്നെ അതിന്റെ 2015 മോഡൽ വാഗണാർ. ഇനിയിപ്പോ നിങ്ങൾക്ക് ബ്ലൂ കളർ അല്ല സിൽവർ കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളറുണ്ട്. അതെ. ഇത് മാനുവല്, അത് ഓട്ടോമാറ്റിക്. പിന്നെ മാനുവൽ വാഗണാർ ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2015 മോഡലാണ്. സിംഗിൾ ഓണർ, 1,14,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. നോട്ട് ദ പോയിന്റ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വേറെ മേജർ തട്ടുമുട്ട കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഇതിന് 3,30,000 രൂപ ചോദിക്കുന്നു. 3,30,000 ആണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ നെഗോഷ്യബിൾ ആണ്. ഏകദേശം 2.25-3 ലക്ഷത്തിന്റെ അടുത്ത് ലോണും കയറും. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നിസാര പൈസക്ക് വണ്ടി വാങ്ങാം. ബാക്കി നമുക്ക് EMI ആക്കാം കേട്ടാ, ലോണും ചെയ്തുതരാം. അപ്പോ
ക്രിസ്മസ് ആണ് മോനെ, കാർ എന്തായാലും വീട്ടിലെത്തിക്കണം കേട്ടോ. അതിന്റെ വേണമെങ്കിൽ നമുക്ക് ഈ 14 വാഗണർ കൂടി വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ ഇവിടെ വേറൊരു വാഗണാറും കൂടി ഉണ്ട്. അപ്പൊ ആ വാഗണാറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല വൈറ്റ് വാഗണർ. അപ്പൊ 3 കളറിലുള്ള വാഗണാർ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ കൂട്ടാങ്ങോട്ട് വന്ന് ഇതൊന്നും എടുത്തേ. നല്ല വർക്കത്തുള്ള ഐശ്വര്യമുള്ള വണ്ടി വാഗണാർ സ്റ്റിംഗർ VXI മോഡൽ 95,000 കിലോമീറ്റർ. ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി, ഫുൾ കവർ ഇൻഷുറൻസും പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള അലോവില് ബാക്ക് വൈപ്പർ എല്ലാം വരും. അപ്പൊ ഇതും നല്ലൊരു ഓപ്ഷൻ ആണല്ലേ. വാഗണാറിന്റെ സ്റ്റിംഗർ VXI 2014 95,000 കിലോമീറ്റർ. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര? 290 ചോദിക്കണം. 290. ഓക്കെ, ആസ്കിംഗ് പ്രൈസ് 290. അപ്പൊ നോക്കി വെക്കുക. പിന്നെ വാഗണാറുണ്ടോ? ഇനി വാഗണർ ഉണ്ട്, പക്ഷെ അവിടെ ഉണ്ട്. അപ്പൊ 3 കളറില് 3 രീതിയിലുള്ള വാഗണാർ നമ്മൾ കണ്ടു. വരൂ, ഇനി നമുക്ക് ഇയോൺ എടുക്കുന്നത്. 2016 മോഡല്. 2016 മോഡല് സിംഗിൾ ഓണർ 69,000 കിലോമീറ്റർ ഓടിയേക്കുന്നു. 69,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. കണ്ടിട്ടും ഒരു നല്ല രസമായിട്ടുള്ള ഒരു വണ്ടി. കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. ഓക്കെ, ഇതിന് എത്ര വരുന്നത്? ഇത് 2.25 ചോദിക്കുന്നു. 2,25,000. ഇതിൽ ഞാനിപ്പോ നോക്കുമ്പോഴേ വണ്ടികൾ നോക്കുമ്പോഴേ ഇവിടെയുള്ള വണ്ടികൾ കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്, വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടികളായിട്ടാണ് മനസ്സിലായത്. നമുക്ക് ഇനി ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികൾ മോശം വണ്ടികൾ ചെയ്യില്ല. അതെ. അപ്പൊ ഞാൻ വേറൊരു ഇയോ കണ്ടിട്ടുണ്ട്, ഭയങ്കര മോശമായിരുന്നു അതിന്റെ കണ്ടീഷൻ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. ഉള്ളില് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഓക്കെ, അടുത്തത് 2006 മോഡല് ചെറു ബഡ്ജറ്റ് വണ്ടി, 1 ലക്ഷം രൂപ ഒക്കെ വരണുള്ളൂ. 1 ലക്ഷം രൂപയ്ക്ക്. പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചുതരാം. ഒരു 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സാൻഡ്രോ തട്ടുമുട്ട റീപ്ലേസ് ഒന്നുമില്ല വണ്ടി. 2006 മോഡല് ഗോൾഡൻ കളറിലുള്ള പെട്രോൾ വണ്ടി. 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി എടുത്തിട്ട് വേറെ വർക്കുകളൊന്നും നിലവിൽ വേറെ ഒന്നും ചെയ്യാറില്ല. കണ്ടീഷൻ വണ്ടി. 1 ലക്ഷം രൂപ കേട്ടോ. സാൻഡ്രോ നമ്മള് എന്റെ ഫാദറിനിലോ ഇപ്പൊ ഒരു സാൻഡ്രോ എടുത്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി. നല്ല വണ്ടിയാ. അതിനുശേഷം റോഡിൽ എവിടെ നോക്കിയാലും ഒരു സാൻഡ്രോ കാണാം. എവിടെ നോക്കിയാലും വണ്ടി കാണാം. ഇത് 2010 മോഡൽ ഓൾട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ്. 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. അല്ല നീറ്റ് വണ്ടിയാണ്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. മെറൂൺ കളർ. ഇത് 1.25 ലക്ഷം രൂപ ചോദിക്കണം. 1.25 ലക്ഷം രൂപ. ചെറിയ ഫാമിലിക്ക്. അപ്പൊ ചെറിയ 1 ലക്ഷം രൂപയുള്ള ഒരു സാൻഡ്രോ. ഇത് ആൾട്ടോ എത്ര പറഞ്ഞ? 1.25. 1.25. ചെറിയ പൈസക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളിപ്പോ ഒരു ബൈക്കിലൊക്കെ പോകുമ്പോ ഭയങ്കര റിസ്ക് ആണ്. ഫാമിലി ആയിട്ടല്ല, ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു നമ്മുടെ റോഡിന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഭയങ്കര റിസ്ക് ആണ്. മിനിമം സേഫ്റ്റി. അപ്പൊ ഒരു ബൈക്കും അങ്ങനെ കാശുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെറിയ കാറെങ്കിലും എടുത്തിട്ട് പോവാ നല്ലത്. ജീവൻ പോയില്ലേ മക്കളെ, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇനി വണ്ടി വേറെ. ഇത് 2011 ഓൾട്ടോ കേട്ടൺ VXI. അതെ, 2011 ആൾട്ടോ കേട്ടൺ VXI. 1,29,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. VXI വണ്ടി. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്നത്? ഇതിന് 1.85 ചോദിക്കുന്നു. 1.85 ചോദിക്കുന്നുണ്ട്. ആൾട്ടോ കേട്ടൺ അല്ലേ? ഓക്കെ. VXI ആണ്. VXI മോഡലാണ്. ടയർ കാര്യങ്ങളെല്ലാം, ഇൻഷുറൻസ് കാര്യങ്ങൾ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. പിന്നെ 2014 മോഡല് ഫിഗോ ഡീസൽ ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വണ്ടി. റേറ്റ് ചോദിക്കുന്നത് 2.40 ആണ്. നെഗോഷ്യബിൾ ആണ് റേറ്റ്. 1,28,000 കിലോമീറ്റർ ഓടി. ഞാനൊരു ഫിഗോ ഓണറാണ്. എന്റെ വണ്ടി കാർ എന്ന് പറഞ്ഞ ഫിഗോ ആണ്. അത് ഇതിന്റെ അപ്പുറത്തെ പുതിയ മോഡലാണ് ഫിഗോ. ഞാൻ ഫിഗോ ഓടിച്ചോണ്ട് പറയണം, നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നല്ല പവർഫുൾ വണ്ടിയാണ്. പിന്നെ ഇപ്പോഴും സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മറ്റേ സ്പെയർ പാർട്സ് അതും അവൈലബിൾ ആണ്. അവർ അടച്ചുപൂട്ടി പോയിട്ടൊന്നുമില്ല. അവര് 15 വർഷത്തെ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അപ്പൊ നിങ്ങൾ സർവീസ് പ്രശ്നമാവോ, സ്പെയർ പാർട്ട് കിട്ടുമോ, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട, അതൊക്കെ കിട്ടുന്നുണ്ട്. ഞാനൊരു ഓണറാണ്, അതുകൊണ്ട് പറയാണ്. അപ്പൊ ഈ വണ്ടി നോക്കണമെങ്കിൽ നോക്കിക്കോ, നല്ല വണ്ടിയാണ്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ ഇത് ഒരു 97 മോഡൽ കേട്ടോ, അടിപൊളി ഓണർ. സിംഗിൾ ഓണർ 97 മോഡൽ സിംഗിൾ ഓണർ അല്ലേ? DX വണ്ടിയാ. AC അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. 68,000 കിലോമീറ്റർ ഇപ്പോഴും വണ്ടി ഓടിയിട്ടുള്ളൂ. റേറ്റ് ചോദിക്കുന്നത് 63 രൂപ. 63,000 രൂപയാണ്. ഇത് സിംഗിൾ ഓണർ. നമ്മൾ 800 ഒക്കെ നോക്കി പോകുമ്പോ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സിംഗിൾ ഓണർ കിട്ടണില്ല, ടോപ്പ് എൻഡ് കിട്ടണില്ല. അന്നത്തെ ടോപ്പ് എൻഡ് കാര്യങ്ങളും ഡോർ പാഡ് അടക്കം വന്നേക്കണ അതേ കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പാച്ച് വർക്ക് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഒരു മാരുതി 800 എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാൻ രസമായിരിക്കും.
വില കുറവിന്റെ 800 വേണമെങ്കിൽ അത് വേറെ ഉണ്ട് കേട്ടോ. വേറെ 40 ഒക്കെ നോക്കണവരുണ്ട്. ഇതിങ്ങനെ ഒരു കുറച്ചുകൂടി കണ്ടീഷൻ ഉള്ള 800. ഓക്കെ, ഇതിനിപ്പോ എത്ര പറഞ്ഞത്? ഇത് 63 രൂപ. 63 രൂപ. ഓക്കെ, ഈ പ്രൈസിന്റെ ഒക്കെ കൂടെ ഡീലർ കമ്മീഷൻ വേറെ ഉണ്ട്. അപ്പൊ അതും പിന്നെ നമ്മള് പേര് മാറണമെങ്കിൽ RTO ചാർജസും വേറെ വരും. നിസ്സാര പൈസകളാട്ടോ ഈ പറഞ്ഞതൊക്കെ, നിസ്സാര പൈസകളാണ്. അപ്പൊ അത് പറയണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സൈഡിലുള്ളത് മുഴുവൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സൈഡിലൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ എത്ര നേരം നിങ്ങൾ കണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ഇതിൽ ഏതെങ്കിലും വണ്ടി താല്പര്യമാണെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിലാണെന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. എല്ലാ കാര്യങ്ങളും നമ്മളോടൊന്ന് ചെയ്തു തരുന്നതായിരിക്കും. നല്ല വണ്ടികളാണ്, ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.